മലപ്പുറത്ത് സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം. 3 വിദ്യാർത്ഥികൾക്ക് കുത്തേറ്റു. പെരിന്തൽമണ്ണ താഴേക്കാട് PTM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം നടന്നത്. ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥികളെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, വീണ്ടും ഈ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലുള്ള തമ്മിൽ തല്ല് വലിയ അത്യാഹിതങ്ങളിലേക്ക് പോകുകയാണ്. എന്താണ് ഏറ്റവും ഒടുവിൽ സംഭവിച്ചത്? ഞെട്ടിക്കുന്ന ഒരു സംഘർഷം തന്നെയാണ് മലപ്പുറം താഴേക്കോട് പെരിന്തൽമണ്ണ സ്കൂളിൽ ഉണ്ടായിരിക്കുന്നത്. PTM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം ഉണ്ടായിരിക്കുന്നത്. അതിൽ 3 വിദ്യാർത്ഥികൾക്കാണ് കുത്തേറ്റിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഗൗരവമായ കാര്യം. 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ്. ഇംഗ്ലീഷ് മീഡിയം മലയാള മീഡിയം സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലാണ് തർക്കം ഉണ്ടായതും ഈ കത്തിക്കുത്തിൽ അത് കലാശിച്ചതും. നേരത്തെയും ഇവർ തമ്മിൽ സംഘർഷം ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായുള്ള സംഘർഷമാണ് ഇന്ന് ഉണ്ടായത്. ഇന്ന് SSLC പരീക്ഷ ഉണ്ടായിരുന്നു. ഈ പരീക്ഷ കഴിഞ്ഞ ഉടനെയാണ് വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഒരു സംഘർഷം ഉണ്ടായത്. അതിൽ ഒരു വിദ്യാർത്ഥി നേരത്തെ തന്നെ കയ്യിൽ കത്തി ബാഗിൽ വെച്ച് കൊണ്ട് തന്നെയാണ് സ്കൂളിലേക്ക് എത്തിയിരുന്നത്. ആ കത്തി ഉപയോഗിച്ചാണ് ഈ വിദ്യാർത്ഥി മറ്റു കുട്ടികളെ കുത്തി പരിക്കേൽപ്പിച്ചത്. 3 കുട്ടികൾക്കും തലയ്ക്കും കഴുത്തിനും ആണ് പരിക്കേറ്റിരിക്കുന്നത്. ആദ്യം 3 കുട്ടികളെയും പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷം 2 കുട്ടികളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഉള്ളത്. അതീവ ഗുരുതരാവസ്ഥയിൽ അല്ല ഉള്ളത്. ഇവർ നിലവിൽ അപകട നിലയെല്ലാം തന്നെ തരണം ചെയ്തിട്ടുണ്ട്. എങ്കിലും വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം വിദ്യാർത്ഥികളാണ്. 15 വയസ്സ് മാത്രം പ്രായമുള്ള ഈ വിദ്യാർത്ഥികളാണ് മാരക ആയുധവുമായി സ്കൂളിലെത്തി തമ്മിൽ തല്ല് കത്തിക്കുത്ത് വരെ എത്തുന്ന അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഒരു കുട്ടിക്കെതിരെ, ഈ കത്തി ഉപയോഗിച്ച് കുത്തിയ കുട്ടിക്കെതിരെ സ്കൂൾ അധികൃതർ നടപടി സ്വീകരിച്ചിരുന്നു. ഇനി പരീക്ഷയ്ക്ക് മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞ് ആ കുട്ടിയെ സസ്പെൻഡ് ചെയ്തിരുന്നു. പിന്നീട് പരീക്ഷയ്ക്കാണ് ഈ വിദ്യാർത്ഥി എത്തിയത്. അതിനുശേഷം അത് കഴിഞ്ഞ തവണ ഉണ്ടായ, അല്ലെങ്കിൽ 9ാം ക്ലാസ് മുതൽ തന്നെ ഇവർ തമ്മിൽ ചെറിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടായിരുന്നു. പിന്നീട് 10ാം ക്ലാസ്സിൽ എത്തിയപ്പോഴും അത് തുടരുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കുട്ടിയെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നതും ഇപ്പോൾ ഈ സംഘർഷം ഉണ്ടായതും. നിലവിൽ ഇപ്പോൾ ഈ കുട്ടികളുടെ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. നിലിമ, അതായത് ശിവദാസ്, ഈ താമരശ്ശേരിയിൽ ഷഹബാസ് എന്ന് പറയുന്ന 10ാം ക്ലാസ്സുകാരൻ ഈ വിദ്യാർത്ഥി സംഘർഷത്തിൽ പരിക്കേറ്റ് കൊല്ലപ്പെട്ട വാർത്ത, അതിൻ്റെ ഓർമ്മകൾ മായും മുൻപെയാണ് അടുത്ത വിദ്യാർത്ഥി സംഘർഷം ഉണ്ടാകുന്നത്. ഇങ്ങനെ ഈ വിദ്യാർത്ഥികൾ തമ്മിൽ ഒരു സംഘർഷം നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും ഇത് തടയാൻ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണോ ഈ ഘട്ടത്തിൽ നമ്മൾ കരുതേണ്ടത്? തീർച്ചയായും അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം വിദ്യാർത്ഥികൾ തമ്മിൽ നിലവിൽ സംഘർഷം നിലനിൽക്കുന്നുണ്ട് ഈ സ്കൂളിൽ. നേരത്തെയും പലതവണ ഇത്തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടായിരുന്നു. ഈ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള വിദ്യാർത്ഥികളാണ് സംഘർഷം ഉണ്ടായത്. അതായത് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികളും മലയാള മീഡിയം വിദ്യാർത്ഥികളും തമ്മിലുള്ള സംഘർഷം നേരത്തെയും ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ അധികാരികൾ ഈ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരം ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. പക്ഷേ പിന്നീട് ഇന്നും അത്തരത്തിലുള്ള സംഘർഷം ഉണ്ടായി. അത് തീർച്ചയായും അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും എല്ലാം തന്നെ ഒരു ജാഗ്രത കുറവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന സംഘർഷം അത് കൃത്യമായി തടയാൻ കഴിയില്ല. ആ വിദ്യാർത്ഥികൾ തന്നെ വീണ്ടും വരുന്നു, പരീക്ഷ എഴുതുന്നു, ഇന്നും സംഘർഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കൃത്യമായ ഒരു ജാഗ്രത കുറവ് ഇക്കാര്യത്തിൽ ഉണ്ട് എന്നത് വളരെ വ്യക്തമാണ്. എന്തായാലും നിലവിൽ സംഭവസ്ഥലത്ത് പോലീസ് അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. ചോദ്യം ചെയ്യൽ അടക്കമുള്ള സ്കൂൾ അധികാരികളെ അടക്കം ചോദ്യം ചെയ്യുന്നതിലേക്കുള്ള കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ തമ്മിലാണ് ഒരു സംഘർഷം ഉണ്ടായിരിക്കുന്നത്. അത് കത്തിക്കുത്തിൽ വരെ കലാശിച്ച ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഷഹബാസ് അത്തരത്തിലൊരു സംഘർഷത്തിലാണ് മരിച്ചത്. വിദ്യാർത്ഥിയായ ഷഹബാസ് അത്തരത്തിലുള്ള ഒരു സംഘർഷത്തിൽ ആണ് മരിച്ചിരിക്കുന്നത്. അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ മലപ്പുറം പെരിന്തൽമണ്ണയിൽ PTM ഹയർ സെക്കൻഡറി സ്കൂളിലും ഉണ്ടായിരിക്കുന്ന ഈ ശിവദാസ്, മലപ്പുറത്ത് നിന്നും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടാവുകയും 3 വിദ്യാർത്ഥികൾക്ക് കുത്തേൽക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്.